ഗ്രൂപ്പിൽ നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പറയുന്നതാണ്, എന്തെങ്കിലും ആ ജിൻഡോയ്ക്ക് ഒന്ന് പറ്റിയായിരുന്നെങ്കിൽ, ജിൻഡോയുടെ കയ്യോ കാലോ എങ്ങാനും എന്തെങ്കിലും ഒരു ഫ്രാക്ചർ വന്നായിരുന്നുവെങ്കിൽ വലിയ കാര്യമായിരുന്നു എന്നുള്ള രീതിയാണ് ആ ചേച്ചി പറയണത്. എനിക്ക് തോന്നുന്നു ആ ചേച്ചിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ആണോ എന്ന് തോന്നുന്നു. ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതേപോലൊക്കെ ഉണ്ട് എന്തായാലും സൗണ്ട്. ഇവർക്കൊക്കെ ലിറ്ററലി എന്ത് ബുദ്ധി വിവരം ഉണ്ടോ നിങ്ങൾ ആലോചിച്ചോണം. അതായത് അതിനകത്ത് ജാസ്മിൻ ഒരു ഗ്രഡ്ജും സൂക്ഷിക്കാതെയാണ് കളിക്കുന്നത്. ജാസ്മിൻ നല്ല കുട്ടിയാണ് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തോന്നടേ ഇത്? ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്ന ഫിസിക്കലി എന്തെങ്കിലും പറ്റണമെന്നും പറഞ്ഞിട്ടാണോ ഒരാളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് പറയേണ്ട ഒരു കാര്യം? ഇങ്ങനെയാണോ അതിന്റെ രീതി? ഇവർക്കൊക്കെ എന്ത് വിവരമുണ്ട്? ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആൾക്കാർ ഭയങ്കര എന്ത് പറയണ്ട സ്ട്രഗിൾ ഫേസ് ചെയ്ത് വന്നതാണ്, അവള് ജീവിതത്തിൽ പോരാടുന്ന വ്യക്തികളാണെന്നും പറഞ്ഞൊക്കെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവക്കൊക്കെ നാണോ മാനോ ഉണ്ടോ? ഇവക്കൊക്കെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനായിട്ട്? ഇവർക്ക് ആരാണ് ഇങ്ങനെയുള്ള റൈറ്റ്സ് കൊടുത്തത്? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കയറി ഇരുന്നിട്ട് വിളിച്ച് തോന്നിവാസം പറയുക. എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. അതെന്നുവെച്ചാൽ ഒരു കാരണവശാലും ബൈ മിസ്റ്റേക്ക് പോലും ആയി പോകരുത്. അവരൊന്ന് പിറകോട്ടടിച്ചത് കൊണ്ട് സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിൻ ഒരു ഇച്ചിരിയും കൂടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് തീർന്നെന്ന് അവർക്ക് അറിയാം. ഇപ്പൊ തന്നെ ഏകദേശം അവർ ഉറപ്പിച്ചു. 5 പേരിലല്ല 3 പേരിൽ ഒരാളായിട്ട് ജാസ്മിൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഉറപ്പാണ് ജിൻഡോനൊക്കെ എന്തെങ്കിലും ഒന്ന് വീണിട്ട് അങ്ങ് ഫ്രാക്ചർ കണ്ടാൽ മതിയായിരുന്നു. പഠിച്ചോനെ അങ്ങനെയൊന്നും പറയരുത് എന്നാ കൂടെ പറയാം. ജിൻഡോന്റെതാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം. വലിയൊരു തെറ്റ് ജിൻഡോന്റെ ഭാഗത്ത് ഉണ്ടാവണം. അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലും മതി. എങ്ങനെ ഇരിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറ്റിയായിരുന്നെങ്കിൽ ഉള്ള കാര്യം. ഇവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ചിന്താഗതി ഉണ്ടല്ലോ, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ജീവിതം, ജാസ്മിനാണ് ഇനിയിപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ റോൾ മോഡൽ എന്നൊക്കെയുള്ള ചിന്താഗതിയായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നേ തന്നെ ഞാൻ ഈ ഒരു ടീമുകളാന്ന് തോന്നുന്നു ലൈവ് വന്ന സമയത്ത് ഞാൻ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ വിഡിത്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കിടന്ന് സംസാരിക്കുന്നത്. അല്ലാതെ ജാസ്മിൻ എന്തോ സ്വാതന്ത്ര്യ സമരത്തിനെങ്ങാണ്ട് പോയിട്ട് അവിടുന്ന് എന്തോ പോരാടി തിരിച്ചു വരുന്ന കണക്കുള്ള രീതിയിലാണ് ഈ ഇവരുടെ സംസാരം രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അവൾ ചെയ്ത പ്രവർത്തികളാണ് നമ്മളെല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് പറയണത്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യം എന്തോ, അവൾ ചെയ്ത പ്രവർത്തികളോട് യോജിക്കാൻ പറ്റത്തില്ല. പുറത്തുള്ള ആളുടെ അടുത്ത് കാണിച്ചായാലും അതിനകത്ത് കിടന്ന് അവൾ കാണിച്ചു കൂട്ടിയതായാലും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവളുടെ എന്ത് ഗെയിം ആയാലും എന്ത് മാങ്ങാത്തൊലി ആയാലും എനിക്കതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തുമില്ല. ഞാനത് ഒരിക്കലും ഇനി പുല്ലും ഭൂമിയുള്ള കാലം ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. അത് പ്രതീക്ഷിക്കുക വേണ്ട. പിന്നെ അതേപോലെ തന്നെ ആയിരുന്നു ഈ ഗ്രൂപ്പിനകത്ത് തന്നെ ആയിരുന്നു ഈ അൻസിബയുടെ പറ്റിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അൻസിബയെ ഡീഗ്രേഡ് ചെയ്യാനായിട്ടും അൻസിബയെ പറ്റിയിട്ട് നല്ല പോസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പോയിട്ട് നെഗറ്റീവ് ഇടണമെന്നൊക്കെ പറഞ്ഞ്. ഇത്രയും ടോക്സിക് ആയിട്ടുള്ള കുറേ ഊളകളാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വോയിസിനകത്ത് പറയുന്നത് കണ്ടില്ലേ, എന്തുമാത്രം പേഴ്സണൽ അത്രയ്ക്ക് വൈരാഗ്യം വെച്ചിട്ടുള്ള രീതിയിലാണെന്നറിയോ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പറ്റിട്ട് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ ഷോയിൽ എല്ലാവരും കഷ്ടപ്പെട്ടാണ് വരുന്നത്. എല്ലാം ഈച്ച് ആൻഡ് എവ്രി കണ്ടസ്റ്റൻസ് ആ ഒരു ഷോയിൽ കയറുന്നത് എന്തുമാത്രം എഫേർട്ട് ഇട്ട് അവരുടെ കഷ്ടപ്പാടൊക്കെയാണെന്നറിയും. അവിടെ കയറിയിട്ട് ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് അവർ പുറത്തിറങ്ങുമ്പോഴേ അവർക്കേ അതിൻ്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റൂ. അവർ പുറത്ത് നെഗറ്റീവ് കൊടുത്തോ പോസിറ്റീവ് കൊടുത്തോ, പക്ഷെ അതിൽ നിന്ന് ഫിസിക്കലി വയ്യാതെ പുറത്താവുമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കര ബാഡാണ്. നീയൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ഇടിക്കുകയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തു. ജിൻഡോ മാന്യമായിട്ടിരുന്ന് കളിക്കുന്നുമുണ്ട്. അത്യാവശ്യം ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടേഴ്സും ഉണ്ട്. ഉള്ള കാര്യം പറയാനല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജിൻഡോ ഉറപ്പായിട്ടും കപ്പടിച്ചുകൊണ്ട് വരികയും ചെയ്യും. ആ ഗെയിമിലാണ് ജിൻഡോ ഫുൾ ടൈം. ആ ഒരു ഗെയിമിനകത്ത് ഓണാണ്. സാബു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ജിൻഡോ ഇത്രയും ആത്മാർത്ഥമായിട്ടാണ് ഓരോ ഗെയിമിനും എടുക്കുന്നതെന്ന്. ഉള്ള കാര്യം തന്നെ. ജിൻഡോ ആണ് ഇപ്പം നിലവിൽ ഭയങ്കര ഡെഡിക്കേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഈ ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ട്. വേറെ ആരും ഇരിക്കുന്നത്? ഇന്നലെ ഇരുന്ന് കരയുന്നത് ഗബ്രിയുടെ എന്തിരുന്ന് മാലയുടെ വളയം കണ്ടെടുത്തോണ്ട് സാബുമാൻ പോയെന്നും പറഞ്ഞ് കിടന്ന് കരച്ചിൽ. എന്നിട്ട് രാത്രി 2:30 വന്നിരുന്ന് ഭയങ്കര കരച്ചിലും. അവൻ്റെ ഇന്നർ വെയർ ഒക്കെ എടുത്തോണ്ട് കൊടുക്കുന്നു. ഇന്നർ വെയർ പിന്നെ എന്തുവായിരുന്നു അവൻ്റെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് ഷോറൂമിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവിടെ കിടന്ന് കരയുന്നു. എന്തൊക്കെ പ്രഹസനങ്ങളാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഈ ഒരു സീസണിലെ ഈ പറഞ്ഞ പർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് ജാസ്മിൻ ജാഫറിനെ പറ്റിയിട്ട് ശ്രീലക്ഷ്മി അറക്കൽ, നമ്മുടെ ഫെമിനിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ. അതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. എന്തായാലും ജാസ്മിനെ പറ്റി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. കൊച്ചേ പിന്നെ മോളിങ് വാ, അങ്ങനെ ഒരു റെസ്പെക്ട് ഇല്ല. പിന്നെ എല്ലാത്തിനും കൂടെ അങ്ങ് അലറുക. റെസ്പെക്ട് ഇല്ലാതെ പെരുമാറുന്ന ഒരു കാര്യം. കുറെ ആൾക്കാർക്ക് ഈ ജബ്രി കോംബോയോ പിന്നെ അവൾ ഈ കുളിക്കാത്തത് അതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ടല്ല. അവർക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിലുള്ള സംസാരം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചിലവർക്ക്. ചില ആൾക്കാരെന്ന് പറയുന്നത് ജാസ്മിന്റെ ഈ ഒരു സംസാര രീതി, അതായത് ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് അവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, പിന്നെ ചിലവർക്കാണ് ഹൈജീന്റെ പ്രശ്നം, ചിലവർക്ക് ഈ കോംബോ, ഓരോരോ ഒരു ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും കേട്ടോ ഈ ജാസ്മിൻ ഹേറ്റേഴ്സിനെ. തലവാക്കിയുടെ കേൾക്കാം.
അങ്ങനെയല്ലോ നമ്മൾ അലറേണ്ട സമയത്ത് അലറണം. നമ്മൾ മറ്റൊരാൾക്ക് ഒരു പേഴ്സണൽ റെസ്പെക്റ്റ് കൊടുക്കണം. ആ റെസ്പെക്റ്റ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് വൃത്തിയില്ല. അതൊക്കെ കറക്റ്റാണ്. വൃത്തിയില്ലാത്തൊന്നും എനിക്ക് വലിയ സീനൊന്നുമില്ല. വൃത്തിയില്ലാത്ത എനിക്കിഷ്ടമില്ല. അത് അവളെ വെറുക്കാനുള്ളൊരു കാരണമല്ല. എനിക്ക് അവളെ ഇഷ്ടമില്ലായിരുന്നു. ആദ്യമേ സീസണിൽ പോകുന്നതിന് മുമ്പ് ഇഷ്ടമില്ലായിരുന്നു. കാരണം ഈ വൈറ്റനിങ് ക്രീമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ബഹുമാനത്തിന്റെ കാര്യം വരുമ്പം ജിൻഡോയുടെ ഒരു കേസ് തന്നെ എടുക്കാം. എന്തൊക്കെയായിരുന്നു ജിൻഡോ പറയുന്നത്? പട്ടിയുടെ ഫീച്ചേഴ്സ് ഉണ്ട്, നിനക്ക് ഈ പട്ടിയുടേതാ. അതൊക്കെ ആരും കാണാതെ പോയൊരു കാര്യമാണ്. അതൊക്കെ അങ്ങനെ സംസാരിക്കുന്നത് തന്നെ തെറ്റാണ്. പ്രത്യേകിച്ച് ലാലേട്ടനൊക്കെ അതൊന്നും എടുത്ത് പറയേണ്ട കാര്യം. കാര്യം ഇവർക്ക് 23 വയസ്സല്ലേ ഉള്ളൂ. ജിൻഡോയ്ക്ക് എത്ര വയസ്സുണ്ട്? ആ വയസ്സിനെ പോലും അവൾ ബഹുമാനിച്ച് ഇന്നവരെ കണ്ടിട്ടില്ല. നിങ്ങൾ വേറൊരു കാര്യം കണ്ടിട്ടുണ്ട്, റിനോഷും അഖിൽമാരാറുമായിട്ട് പ്രശ്നം വന്നപ്പോൾ റിനോഷ് അഖിൽ ബ്രോ എന്നും പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആ ഒരു റെസ്പെക്ട് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ് ഓരോ ആൾക്കാരുടെ. അതേപോലെ തന്നെ ജാസ്മിൻ്റെ സ്വഭാവം പറഞ്ഞാൽ നേരെ തിരിച്ച് ഈ പോടാ, നീ വാടാ, നീ ഇവിടെ ഇരിയടാ, എന്നിട്ട് പോടേ എന്നൊക്കെ ഈ സിബിനും പുറത്തിറങ്ങിയിട്ട് ഇതേ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. സിബിൻ പറയുന്നുണ്ടായിരുന്നു, ഒരു 10-21 വയസ്സുള്ള ഒരു കുട്ടി നമ്മൾ വന്നിട്ട് ഡേ നീ ഇന്നിടാ പോടാ എന്നൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് സിബിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം ഡയലോഗ് തന്നെയാണ് മെജോറിറ്റി ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവളുടെ കുറെ ഊള ഫാൻസ് അല്ലാതെ. പിന്നെ എനിക്ക് അവളെ ഭയങ്കര ഫേക്ക് ആയിട്ട് തോന്നി. എനിക്ക് ഈ ഫേക്ക് പേഴ്സണാലിറ്റി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഈ ജാസ്മിൻ്റെ വീഡിയോ കണ്ടപ്പോഴും മനസ്സിലായി ഇവൾ ഫേക്കാണ് ഭയങ്കര. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് അവളുടെ ഇഷ്ടം മാറി വെറുപ്പായി പോയി എന്നുള്ള ആ സാധനം. അങ്ങനെ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞ കാര്യങ്ങളാണ് ജാസ്മിൻ ജാഫറെ പറ്റി. എനിക്ക് തോന്നുന്നു തുടക്കം തൊട്ടേ ശ്രീലക്ഷ്മിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു ജാസ്മിനെ. ഈ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇഷ്ടപ്പെടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. ഇനി അവൾ ജയിച്ച് വന്ന് കപ്പടിച്ച് കഴിഞ്ഞാലും ഒരു സൈഡിൽ നെഗറ്റീവ് ആൾക്കാരായിരിക്കും, ഒരു സൈഡിൽ പോസിറ്റീവും കാണും. പക്ഷേ എത്രത്തോളം ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് അക്സെപ്റ്റൻസ് കിട്ടും ഇവൾ ഇത്രയും കാട്ടിക്കൂട്ടിയതിന് ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ ഇനി അടുത്തൊരു കാര്യത്തിലോട്ട് പറയാം. ആ ഒരു മാലയുടെ ഒരു കേസ് തന്നെ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാല സാബുമോൻ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോയതാണ്. അതായത് കൈ പിടിച്ച് ബലമായിട്ട് തുറന്ന് കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണെന്ന് ജാസ്മിൻ തന്നെ അപ്സര എടുത്ത് പറയുന്നുണ്ട്. അതൊരു സൈഡിൽ വാഷ്റൂമിൻ്റെ സൈഡിലിരുന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് സാബു ചേട്ടൻ എടുത്തുകൊണ്ട് പോയതാ, അത് ഗസ്റ്റായി പോയി, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിയാക്ട് ചെയ്തേന്ന്. അപ്പം ഞാൻ പറയുകയും ചെയ്ത്, ഇത് എന്തിനാണ് ഇവർ ഇത്ര പോലെയും ഒരു കണ്ടസ്റ്റൻറ്റിന് ബൂസ്റ്റ് കൊടുക്കുന്നത്? വേറെ എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരോട് ആരോടെയും ഈ പറയുന്ന ആരെയും പോയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തി നീ നല്ലോണം കിടുവായിട്ട് കളിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവളെ മാത്രം പിടിച്ചുകൊണ്ട് പോയിട്ട് അവരിന്ന് സംസാരിക്കുന്നു. അതേ കണക്ക് തന്നെ വേറൊരു കേസ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്വേതാമേനോൻ എങ്ങാണ്ടാണ് ക്യാമറയിൽ നോക്കിയിട്ട് ഈ ഗബ്രിയുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് മാറ്റണമെന്ന് എങ്ങാണ്ട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് ഞാനത് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടില്ല. അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മാത്രം എന്തുകൊണ്ട് ഇത്ര പ്രത്യേകത? ഇവർക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കേണ്ട കാര്യം? ഇവർക്ക് മാത്രം ഒരു ഫേവറിസം കാണിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണോ ഷോയിൽ? അതിൻ്റെ ആവശ്യം വരുന്നില്ല. 2 ദിവസത്തിന് മുന്നേ വന്ന അഭിഷേക് ജയദീപിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ LGBTQ റെപ്രസെൻറ്റ് ചെയ്ത് പോയൊരു വ്യക്തിയല്ല, പക്ഷേ എനിക്ക് അവർ ഇൻട്രോയിൽ ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്ന്. ആ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഞാൻ LGBTQ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്ന വ്യക്തിയായിട്ടാണ് പറയാൻ പറഞ്ഞിരുന്നത്. അപ്പം അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം. റിയ സലീമിൻ്റെ കേസ് എടുക്കാം. റിയ സലീം സത്യം പറഞ്ഞ LGBTQ എന്താണ് എന്ന് ഓഡിയൻസിൻ്റെ അടുത്ത് നല്ല വ്യക്തമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നാദ്ര ആ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ട് പോയതാണ്, ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ആക്കിയിട്ട് പോയതാണ്. അപ്പം പല കാര്യങ്ങളും LGBTQനെ പറ്റിയിട്ട് നാദ്രയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കേസിൽ അഭിഷേക് പറഞ്ഞ കാര്യങ്ങൾ പോലും മൊത്തം കട്ട് ചെയ്തതാണ്, എഡിറ്റഡ് ആണെന്നൊക്കെയാണ് അഭിഷേക് പറയണത്. എന്നിട്ട് പറയുന്നത് ഞാൻ സൈഡിൽ ചെന്നിരുന്ന് വിഷമിച്ചിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് എല്ലാവരും പറയണത്. അതിന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് മോശമായിട്ടുള്ള രീതിയിൽ വരും. ഇനിയും ഈ ഒരു ഷോയിലോട്ട് വരാനായിട്ട് കൊതിച്ചിരിക്കുന്ന ആൾക്കാരെ ഒരുപാട് ബാധിക്കുന്ന രീതിയിലാണ് സത്യം പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ഷോയിലുള്ള പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം പ്രത്യേകിച്ച് ഈ കണ്ടസ്റ്റൻസ് ആണ് വന്ന് പറയണത് ആ ഷോയിൽ ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഷോയിനെ തന്നെ അത് ബാധിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അഭിഷേകിനൊക്കെ കോൺട്രാക്ട് ഉണ്ട്, 9 മാസത്തെ കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിനിടെ ആ ഷോയിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കാനേ പാടില്ല. എന്നിട്ടും അഭിഷേക് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണത്. കാര്യം ഒന്നുകൊണ്ടും പേടിക്കാതെയോ കാര്യം അഭിഷേകിന് വരുന്ന ഈ ഷോയെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ പ്രോഗ്രാമിനെയൊക്കെ അഭിഷേകിന് കിട്ടാന്നുള്ളതിനൊക്കെ ബാധിക്കും. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചിട്ട് പുള്ളിക്കാരെ ഇത്ര സംസാരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നു. എനിവേ അഭിഷേക് സത്യം പറഞ്ഞാൽ അവിടെ നിലനിന്ന് പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഒരിക്കലും പുറത്ത് വരേണ്ട ആളല്ലായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.